ഇന്നലത്തേതിന് സമാനമായ തിരച്ചിൽ തന്നെയാണ് നടക്കുക. ഇപ്പോൾ അങ്ങോട്ട് സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പോകുന്നതേയുള്ളൂ. ബെയിലി പാലത്തിൽ നമുക്ക് കാണാം ആദ്യത്തെ ബാച്ച് സൈന്യം മുന്നിൽ പോവുകയാണ് മുണ്ടക്കൈയിലേക്ക്. അതിന് പിന്നാലെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ട്. ഇന്ന് സന്നദ്ധ പ്രവർത്തകർക്ക് ജില്ലാ ഭരണകൂടം പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പാസ് വാങ്ങിച്ചിട്ടാണ് ഓരോ സംഘവും മുണ്ടക്കൈയിലേക്കും മറ്റ് തിരച്ചിൽ മേഖലകളിലേക്കും പോകുന്നത്. മുണ്ടക്കൈയിലേക്കുള്ള ആദ്യ സംഘമാണ് പോകുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വളരെ പ്രസന്നമാണ്. പക്ഷേ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു 5:45 സമയത്തൊക്കെ ശക്തമായ മഴയായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിയിലും ചുരൽമലയിലുമൊക്കെ. പക്ഷേ അത് പെട്ടെന്ന് തെളിഞ്ഞ പ്രശ്നമായ കാലാവസ്ഥയായിട്ടുണ്ട്. തെരച്ചിലിന് അനുകൂലമാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും രാവിലെ അതാണ് അവസ്ഥ. ഇന്നും എല്ലാ സംവിധാനങ്ങളും ഈ സൈന്യവും NDRF-ഉം ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ സന്നദ്ധ സംഘടനകൾ 100 കണക്കിന് ആളുകളാണ് സന്നദ്ധ സേവനത്തിനായി ഇവിടെ എത്തുന്നത്. അവരൊക്കെ ഇന്നും തെരച്ചിലിൽ ഏർപ്പെടും. പക്ഷേ ദിവസം കഴിയുന്തോറും നമുക്കറിയാം ഈ മണ്ണിനടിയിലൊക്കെ പെട്ടുകിടക്കുന്ന ആളുകളെ വീണ്ടെടുക്കുക 200-ലധികം ആളുകളെ ഇനിയും കണ്ടെടുക്കാനുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ ഒരു സാധ്യത മങ്ങുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനാവുക. വലിയ രീതിയിൽ മണ്ണും പാറയും ഒക്കെ അടിഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല ഈ ഹിറ്റാച്ചിയൊക്കെ ഇറങ്ങി പല സ്ഥലത്തും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ അത് വീണ്ടും മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി അതിനുള്ളൊരു സാധ്യത മങ്ങുന്നുമുണ്ട്. എന്തായാലും പക്ഷേ തെരച്ചിൽ തുടരുക തന്നെയാണ്. വില്ലേജ് ഓഫീസ് പരിസരം, വെള്ളാർമല സ്കൂൾ പരിസരത്തൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ ഈ സൂചിപ്പാറ പരിസരത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് ചാലിയാറിൻ്റെ താഴെ മലപ്പുറം ഭാഗത്തു നിന്നുള്ള തെരച്ചിലുമൊക്കെ ഇന്നും നടക്കും.